ഹേ ഗായ്സ്, അപ്പോൾ ഇതൊരു കൊളാബറേഷൻ വീഡിയോ ആണ്. കൊളാബിന് എൻ്റെ കൂടെ ഉള്ള ആളുടെ പേര് ഹാദിയ എന്നാണ്. ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റാണെന്ന് തോന്നുന്നു കേട്ടോ, എനിക്കറിയില്ല. ഹാദിയ എന്നാണ്. ഇവളായിട്ടാണ് ഫസ്റ്റ് ഞാൻ കൊളാബ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ പിന്നെ ആ ടൈമിൽ ഞങ്ങൾക്ക് ടെലിഗ്രാം കോൺടാക്റ്റോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് ടെലിഗ്രാം ചാനലുള്ളത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനൊരു കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്ന ആളെ. അപ്പോൾ ഇതിന് കാരണം എൽസയാണ്. എൽസ കാരണമാണ് ഞാനിപ്പോൾ ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയതും എനിക്ക് അവളായിട്ടൊരു കോൺടാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയതും എൽസയായിട്ടും കോൺടാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയതും. അപ്പോൾ താങ്ക് യു സോ മച്ച് എൽസ. എനിക്ക് കഴിഞ്ഞ വീട്ടിൽ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ വീഡിയോയിൽ ഞാൻ ഈ കാര്യം തന്നെ പറയുകയാണ്. അപ്പം ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇന്നലെ എനിക്ക് ഓൾറെഡി ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ 2 വീഡിയോ ഒരു ദിവസം അപ്ലോഡ് ചെയ്താൽ വ്യൂസ് ആക്ച്വലി എനിക്ക് തോന്നുന്നില്ല അത്രയും കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ ആണ് ഞാൻ ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ അവളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് തേഴ്സ്ഡേ അപ്ലോഡ് ചെയ്യാം എന്നായിരുന്നു. തേഴ്സ്ഡേ അപ്ലോഡ് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫ്രൈഡേ ആണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഐ എം സോ സോറി. അപ്പോൾ ഈ ഒരു വീട്ടിൽ നിന്ന് 7 മണിക്കൂർ സ്റ്റഡി ചലഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. 7 hours സ്റ്റഡി ചലഞ്ചാണ്. അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ ഇതുവരെ ടൈം നോക്കിയിട്ട് പഠിത്തം നടന്നിട്ടില്ല. എപ്പോഴാണോ പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ പഠിക്കുന്നു, അല്ലാണ്ട് ടൈം കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടൊന്നും അല്ല. അപ്പോഴാണ് ഇപ്പം ഈ ഒരു ചലഞ്ച് കിട്ടിയപ്പോഴാണ് പ്രോപ്പർ എനിക്ക് മനസ്സിലായത് എത്ര സമയം ഞാൻ പഠിക്കുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായ ഒരു കാര്യം, എനിക്ക് രാവിലെയും രാത്രിയും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഈവനിങ് ടൈമിൽ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഈവനിങ് അല്ല, ഒരു ആഫ്റ്റർനൂൺ ടൈമിൽ എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്ന്. ആഫ്റ്റർനൂൺ ആകുമ്പോഴേക്കും എനിക്ക് എന്തായാലും ഞാൻ ഉറങ്ങിയിരിക്കും. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഉറക്കം എനിക്ക് ഇപ്പം മെയിനായിട്ട് എക്സാം ടൈമിലാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു സമയം വരുന്നത്. അതിന് രാത്രി ഞാൻ ഇരുന്ന് പഠിക്കും. ഇതാണ് നടക്കുന്നത്. പിന്നെ നമ്മുടെ ബോർഡ് എക്സാമാണ് നാളെ. ഫസ്റ്റ് ബോർഡ് എക്സാമാണ്. ആൻഡ് എനിക്കറിയത്തില്ല എന്തായി തീരുമെന്ന്. എനിക്ക് വളരെ ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ടെൻഷൻ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ടെൻഷൻ ഇപ്പോഴത്തെ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് ബോർഡ് എക്സാമിനാന്നുള്ള ഒരു ടെൻഷനേ ഇല്ലാത്ത ഇല്ലാത്ത രീതിയിലാണ് ഞാൻ നടക്കുന്നത്. അതാലോചിച്ചിട്ടാണ് എനിക്ക് ടെൻഷൻ വരുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതാലോചിച്ചിട്ടാണ് എനിക്ക് ടെൻഷൻ വരുന്നത്. പിന്നെ ബോർഡ് എക്സാമിൻ്റെ കാര്യം ക്യാരി ചെയ്യാനുള്ള എന്തൊക്കെ എടുക്കേണ്ടതെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ക്യാരി ചെയ്യേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ആൻഡ് സെൻറ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ സെൻറ്റർ SHN ആണ്. SH തേവരയാണ്. മിക്കവർക്കും SH തേവരയാണ്. ഞങ്ങളുടെ ഇവിടെ ഉള്ള KV പിള്ളേർക്കൊക്കെ SH തേവരനായിരിക്കും സെൻറ്റർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കാണാൻ പറ്റുവാണെങ്കിൽ ഐ വിൽ ബി സോ ഹാപ്പി. പിന്നെ നമ്മൾ 1000 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞെങ്കിലും ഇന്ന് തന്നെ അത് തീർത്ത് തരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. കറക്റ്റായിട്ട് 1000+ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സോ താങ്ക്ഫുൾ ടു യു ഗൈസ്. നിങ്ങൾ കാരണമാണ് ഇപ്പോൾ എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ആൻഡ് 1000+ ആയിട്ടുണ്ട്. 1000 കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഇനിയും കൂടുകയാണെങ്കിൽ ഇപ്പോൾ 1.1K ആവും. അപ്പോൾ അതും കൂടെ ആക്കി തരുവാണെങ്കിൽ കൂടുതൽ സന്തോഷം. അപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് എന്തായാലും 1.5K ആക്കാം. അത് നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇപ്പോൾ എന്തായാലും ഒരു മാസത്തിനുകൊണ്ട് ഈ ഒരു മാസം ഞാൻ പറഞ്ഞിരുന്ന ടാർഗറ്റ് ആയിരുന്നു 1K കംപ്ലീറ്റ് ആവണമെന്ന്. അത് നിങ്ങൾ ചെയ്തു തന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത ടാർഗറ്റ് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോവാം. 1.5K ഞാൻ പറയുന്നു, കാരണം ഈ ഒരു മാസം പകുതിയോളായിട്ടുണ്ട്. അപ്പോൾ പിന്നെ 1.5K ആണ് ഞാൻ പറയുന്നത്. അതാക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് തന്നെ മിക്കവാറും 1.1K ആവാനുള്ള സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാരും കൂടെ മതി 1.5K ആവാനായിട്ട്. ഒരു വീഡിയോയിൽ ഞാൻ കൃതി ശർമ്മ ചേച്ചിയുടെ ആ ട്യൂട്ടറിൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഏത് ക്ലാസ്സാണ് കേൾക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഞാനത് പറഞ്ഞു പോകാം. ഏത് ചാപ്റ്ററാണെന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഏതൊരു ചാപ്റ്ററിൻ്റെ എന്തായാലും ഞാൻ കൃതി ശർമ്മയുടെ വീഡിയോ കണ്ടിട്ടാണ് ആ ലെക്ചർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ മിക്കപ്പോഴും കേൾക്കുന്നത് പല്ലെ അക്ഷയയിലെ നരേന്ദ്ര ആ സാറിൻ്റെ ക്ലാസ് ആയിരുന്നു. പക്ഷേ ആ സാർ ഈ ഒരു ചാപ്റ്ററിന് എന്തോ വീഡിയോ ഇട്ടിട്ടില്ല, പ്രിൻ്റ് കൾച്ചറിന് ഇട്ടിട്ടില്ല. അപ്പോൾ പ്രിൻ്റ് കൾച്ചർ ഞാൻ ഈ മാഡം നോക്കി ചെയ്തു. ബാക്കി മിക്കതൊക്കെ സാറിൻ്റെ ചെയ്തു. ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ എനിക്ക് മനസ്സിലായിട്ടുണ്ടായില്ല, അതും ഞാൻ ഈ മാഡത്തെ നോക്കിയിട്ടാണ് ഈ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാക്സിമം സ്പീഡിലാണ് ഞാൻ ഓരോന്ന് റിവൈസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ദിവസം ഫുൾ ഏത് ദിവസമാണെന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആ ഒരു ദിവസം ഫുള്ള് ഞാൻ സോഷ്യലിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം സോഷ്യലിലേക്ക് ഞാൻ സാൻസ്ക്രിറ്റ് എടുത്തുകൊണ്ട് തന്നെ സോഷ്യലാകെ 2 ദിവസമേ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഞാൻ ഇതിനാണ് കൊടുത്തിട്ടുണ്ടായിരുന്ന സമയം മൊത്തം. എന്നെ കൊണ്ട് മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളും പഠിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചലഞ്ച് കിട്ടിയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി. അതിന് ഹാദിയോട് താങ്ക്സ് പറയണം. നിങ്ങളെന്തായാലും അവളുടെ ചാനലിൽ കയറി കണ്ടു നോക്കുക. അവളെ
മലയാളത്തിലല്ല ബട്ട് ഇംഗ്ലീഷിലാണ് ചെയ്യുന്നത്. അപ്പോൾ മിക്ക ആൾക്കാർക്കും കുറച്ചും കൂടെ കുറേ പേർക്കും വൈഡ് ഓഡിയൻസിനെ കാണാൻ പറ്റുന്ന രീതിയിലാണ് അവളുടെ കണ്ടൻറ്റ്. കാരണം ഇംഗ്ലീഷിലാണല്ലോ ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന്. അപ്പോൾ നിങ്ങൾ എന്തായാലും അവളുടെ ചാനൽ കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറയാൻ വിട്ട ഒരു കാര്യമായിരുന്നു, നമ്മുടെ ഫസ്റ്റ് ബോർഡ് എക്സാം ആയതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് സെൻറ്ററിൽ എത്താൻ എന്നുള്ള കാര്യം. കാരണം നമ്മുടെ ഫസ്റ്റ് എക്സാമാണ്, ലേറ്റും കൂടെ കഴിഞ്ഞാൽ അത് തീർന്നു. പിന്നെ നമ്മുടെ അഡ്മിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുക, ചെക്ക് ചെയ്യുക, അത് കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതില്ലാണ്ട് അവിടെ ചെന്നാൽ തീർന്ന കാര്യം. പിന്നെ നമ്മൾ ലേറ്റും കൂടെ ആണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 10 മണിക്ക് മുമ്പേ നമുക്ക് അകത്ത് കയറുകയും വേണം. ഞങ്ങളവിടെ പറഞ്ഞിരിക്കുന്നതാണ് 10 മണിക്ക് മുമ്പ് തന്നെ അകത്ത് കയറണം എന്നാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എത്തുക. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് 9 മണിക്ക് എത്താനാണ്. എന്നിട്ട് 9 മണിക്ക് എത്താനുള്ള അത്ര ഡിസ്റ്റൻസ് ഒന്നുമില്ല, 21 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളൂ എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് എത്താൻ പറ്റുമെന്ന് നോക്കുക. ആൻഡ് ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പഠിച്ചാലേ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു ദിവസം നേരത്തെ ഉറങ്ങാൻ നോക്കുക, സ്ലീപ്പ് കളയരുത് ഈ ഒരു ദിവസം. ഇന്നലെയോ മിനിഞ്ഞാന്നൊക്കെ നിങ്ങൾ ലേറ്റായിട്ട് കിടന്നെങ്കിൽ അതൊക്കെ വിടും. പക്ഷേ ഇന്നത്തെ ദിവസം എത്രയും പെട്ടെന്ന് കിടക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് കിടക്കുക. അല്ലെങ്കിൽ ഒരു 10 വരെ പഠിക്കുക, എന്നുവെച്ചാൽ കിടക്കുക, നല്ല ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക. ആൻഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത്യാവശ്യം നന്നായിട്ട് കഴിച്ചിട്ട് പോവുക. കാരണം നമ്മൾക്കിനി അത് കഴിഞ്ഞിട്ട് ഇനി 1.5 ഗಂಟೆക്കേ ഫുഡ് കഴിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നന്നായിട്ട് കഴിച്ചിട്ട് വേണം പോകാനായിട്ട്.
എനിക്ക് അധികം ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ജസ്റ്റ് മ്യൂസിക് ആഡ് ചെയ്യുന്നത് കൂടുതൽ ക്ലിപ്പിലും. കാരണം നമ്മൾ ഓൾറെഡി സ്റ്റഡി ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ളതും ഒക്കെ കഴിഞ്ഞാണ്. അതുകൊണ്ടാണ് ഞാൻ അധികം ഒന്നും സംസാരിക്കാതെ കൂടുതലും മ്യൂസിക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ വീഡിയോയുടെ കമൻസിൽ ചെയ്യാം, ഞാൻ നല്ല റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. കാരണം ഈ ഒരു ദിവസം ഞാൻ എൻ്റെ ബോഡിക്ക് നമ്മൾ മാക്സിമം റെസ്റ്റ് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഹെൽത്ത് കളയരുത് ഈ ഒരു ദിവസം. എക്സാം എഴുതുന്നതിന് മുമ്പത്തെ ദിവസം അത്യാവശ്യം നമ്മുടെ ഹെൽത്ത് നോക്കുക. അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് വേണം പോകാനായിട്ട്. ഒരു ലൈക്ക് ഫുഡും നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, ഹെൽത്തിനൊരു കുഴപ്പം വരാത്ത ഫുഡ് കഴിക്കുക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഓക്കെ, പിന്നെ എൻ്റെ കമൻസിൽ ലൈക്ക് കൺഗ്രാജുലേഷൻസ് 1K എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതേം കണ്ടിട്ടുണ്ടായിരുന്നു. ഐ എം സോ ഹാപ്പി നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കമൻറ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള കാര്യത്തിൽ. താങ്ക് യു സോ മച്ച്. ഞാൻ പിന്നെ 11th ചൂസ് ചെയ്യാൻ പോകുന്നത് കൊമേഴ്സ് ആട്ടോ. കൊമേഴ്സിൽ പക്ഷേ എനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്, CS പോയാലോ എന്നൊരു ചെറിയൊരു ഇതുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് എടുത്താലോ എന്നുള്ളൊരു ചെറിയ ഡൗട്ടുണ്ട്. പിന്നെ എൻ്റെ സയൻസ് ട്യൂഷൻ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് സയൻസ് എടുക്കാനാണ്. സയൻസിന് മാർക്കുണ്ടല്ലോ, സയൻസ് എടുത്തുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അറിയത്തില്ല എന്തെടുക്കണമെന്ന്. ആദ്യം പറഞ്ഞാൽ എനിക്ക് ബയോളജി ഇഷ്ടമല്ല, കെമിസ്ട്രി ഇഷ്ടമല്ല, ആകെ ഇഷ്ടം ഫിസിക്സാണ്. ഫിസിക്സ് മാത്രം വെച്ചിട്ട് എനിക്ക് എടുത്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ CS ബയോ ഇല്ല, പിന്നുള്ളത് കെമിസ്ട്രി ഫിസിക്സ് ഒക്കെയാണ്. പിന്നെ മാത്രമല്ല മാത്സും എനിക്ക് വലിയ താല്പര്യമുള്ള സബ്ജക്റ്റൊന്നും അല്ല. മാത്സ് കുഴപ്പമില്ല, എന്നാലും ഞാൻ പിന്നെ നോക്കുന്ന ഒരു സബ്ജക്റ്റാണ്. പക്ഷേ 11th മാത്സ് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, അത്യാവശ്യം നല്ല ടഫാണ്. ട്രിഗ്നോമെട്രിയും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ലെവലായിരിക്കും +1 ഉണ്ടാവും. അപ്പോൾ +1 +2 ഒക്കെ. പിന്നെ ഹയർ സ്റ്റഡീസും അത് വെച്ചിട്ട് ചെയ്യുമ്പോഴേക്കും എനിക്കെന്താണോ പറ്റുന്നത് അതാണല്ലോ ഞാൻ നോക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ കൊമേഴ്സ് എടുക്കാമെന്ന് വിചാരിച്ചത്. എന്നെക്കൊണ്ട് സയൻസ് മാത്സ് ഒന്നും അത്രയ്ക്കേ പറ്റത്തില്ല. ഫിസിക്സ് എനിക്കിപ്പോൾ ഇഷ്ടം ഈ ഒരു 10th ഫിസിക്സ് നല്ലതായതുകൊണ്ട് മാത്രമാണ്. എനിക്ക് ഇലക്ട്രിസിറ്റിയാണ് ഫിസിക്സിൽ എൻ്റെ ഫേവറേറ്റ് ചാപ്റ്റർ. അത് പറയുമ്പോഴാണ് ആൾക്കാർ എന്നോട് ചോദിക്കുന്നത് എനിക്ക് സയൻസ് എടുത്തുകൂടെയെന്ന്. പക്ഷേ പറ്റത്തില്ല, ഞാൻ സയൻസ് എന്തായാലും എടുക്കില്ല എന്നുള്ളൊരു ഇതിൽ നിന്നാണ്. പക്ഷേ CS എടുക്കാനായിട്ട് എൻ്റെ മനസ്സിപ്പോൾ ചെറുതായിട്ടൊക്കെ പറയുന്നുണ്ട്. പറയാൻ പറ്റില്ല ഇപ്പോൾ എന്താ എടുക്കാൻ പോകുന്നതെന്ന്. പക്ഷേ കൂടുതൽ ചാൻസ് എനിക്ക് തോന്നുന്നത് ഞാൻ കൊമേഴ്സ് തന്നെയായിരിക്കും എടുക്കാൻ പോകുന്നത്. ആൻഡ് ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്ന സ്കൂളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ അതിനെ പറ്റിയിട്ടൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളെ പേപ്പർ എടുത്ത് വെച്ച് നോക്കാനൊന്നും നിൽക്കരുത്, എത്ര മാർക്ക് പോയി അങ്ങനെ ഇതിനൊക്കെ. അത് നോക്കാതിരിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾ അതാലോചിച്ച് ടെൻഷൻ അടിക്കും, ഇതിന് പോയോ അതിന് മാർക്ക് പോയോ അങ്ങനെയൊക്കെ. അതൊന്നും ചെയ്യാൻ നിൽക്കരുത്. കാരണം അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കുക. അതിൻ്റെ എക്സാം ഫുള്ള് കഴിഞ്ഞിട്ട് നിങ്ങൾ പേപ്പർ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. എക്സാം കഴിഞ്ഞിട്ട് പേപ്പർ കാര്യങ്ങൾ നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. അത് നമ്മൾ എഴുതി കഴിഞ്ഞു, ഇനി ആ പേപ്പറും വെച്ചിട്ട് ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെ ഫൈനൽ എക്സാമാണത്. പിന്നെ ഫസ്റ്റ് ബോർഡ് എക്സാം എഴുതാൻ പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റാണ് എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഉള്ളത്. ടെൻഷനോ പേടിയോ അതിനെക്കാട്ടും കൂടുതൽ എനിക്കിപ്പോൾ എക്സൈറ്റ്മെൻറ്റാണ്. ഫസ്റ്റ് ബോർഡ് എക്സാം എങ്ങനെ ഉണ്ടാവും, ആൾക്കാർ പറഞ്ഞുള്ള ഇത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും എന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ഞാൻ 1K ആയത് കണ്ടത്. അപ്പോൾ തന്നെ ഞാൻ പോയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1K ആവുന്നത് എൻ്റെ കൺമുന്നിൽ കണ്ടു. ആൻഡ് രാവിലെ എഴുന്നേറ്റുള്ള എൻ്റെ കോലമാണ് അത് നിങ്ങൾ മൈൻഡ് ചെയ്യാൻ നിൽക്കരുത്. എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് എൻ്റെ മുഖം അങ്ങനെ ഇരിക്കുന്നത്. ഇത്രയും വലിയ അച്ചീവ്മെൻറ്റ് ഉണ്ടായിട്ടും എൻ്റെ മുഖം എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ബൈ ഗൈസ്.